ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 64-ാം അധ്യായം സൂറത്തു തഗാബുനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 4 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 5, 6 എന്നീ 2 ആയത്തുകൾ നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അലം യഅതികും നബഉൽ ലസീന കഫറൂ മിൻ ഖബ്ലു ഫസാഖൂ വബാല അംരിഹിം വലഹും അസാബുൻ അലീം. ذلك بأنه كانت تأتيهم رسلهم بالبينات فقالوا أبشر يهدوننا فكفروا وتولوا واستغنى الله والله غني حميد. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി, അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തെയും എല്ലാ ചരാചരങ്ങളെയും സൃഷ്ടിച്ചത്. മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ച് ഏറ്റവും നല്ല രൂപം നൽകി. ആ മനുഷ്യൻ രഹസ്യമാക്കി ചെയ്യുന്നതും പരസ്യമാക്കി ചെയ്യുന്നതുമെല്ലാം അവൻ അറിയുന്നു. മാത്രമല്ല, ഹൃദയങ്ങളുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതും അള്ളാഹു അറിയുന്നു. അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു, അലം യഅതികും നബഉൽ ലസീന കഫറു. അലം യഅതികും, അത എന്ന് പറഞ്ഞാൽ വന്നു എന്നാണ് അർത്ഥം. ഹൽ അതാക നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, വന്നെത്തി അല്ലെങ്കിൽ വന്നു. ജാ എന്നുള്ള അർത്ഥം. അതിൻ്റെ മുദാരി യഅതി എന്നാണ്, വരും അല്ലെങ്കിൽ വരുന്നു. അതിൻ്റെ മുമ്പിൽ ലം ചേർക്കുമ്പോൾ ആ അവസാനത്തെ യാ നഷ്ടപ്പെടും. യഅതി എന്നുള്ളതിലെ അവസാനത്തെ യാ നഷ്ടപ്പെടും. ലം യഅതി അർത്ഥം വന്നില്ല, വരുന്നില്ല എന്നല്ല, വന്നില്ല എന്നാണ് അർത്ഥം കിട്ടുക. ഭൂതകാലത്തൊരു ക്രിയയെ നിഷേധിക്കുന്ന രൂപത്തിൽ. അതിൻ്റെ മുമ്പിൽ ചോദ്യത്തിന് വേണ്ടിയുള്ള ഒരു ഹംസയുണ്ട്. അലം യഅതി, വന്നില്ലേ. അപ്പോൾ വന്നില്ല എന്നുള്ളത് വന്നില്ലേ എന്നാവും. കും, നിങ്ങൾക്ക്. അലം യഅതികും, നിങ്ങൾക്ക് വന്നില്ലേ, നിങ്ങൾക്ക് വന്നിട്ടില്ലേ. എന്ത്? നബ എന്ന് പറഞ്ഞാൽ വൃത്താന്തം, വാർത്ത, വിവരം, വർത്തമാനം. ആരുടെ? അല്ലസീന കഫറു. കഫറ അവിശ്വസിച്ചു, കഫറു അവർ അവിശ്വസിച്ചു. അല്ലസീന കഫറു അവിശ്വസിച്ചവർ. അല്ലസീന എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളതായ ഒരു കൂട്ടർ, അങ്ങനെയുള്ളവർ. അപ്പോൾ കഫറു എന്ന് പറഞ്ഞാൽ അവർ അവിശ്വസിച്ചു. അല്ലസീന കഫറു അവിശ്വസിച്ചവർ. അവിശ്വസിച്ചവരുടെ വർത്തമാനം നിങ്ങൾക്ക് വന്നിട്ടില്ലേ? ഏത് അവിശ്വസിച്ചവരുടെ? മിൻ ഖബ്ലു. മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, ഖബിൽ എന്ന് പറഞ്ഞാൽ മുമ്പ്. മിൻ ഖബ്ലു മുമ്പിൽ നിന്ന് പറഞ്ഞാൽ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള, മുമ്പത്തെ. ഫസാഖൂ, സാഖ ആസ്വദിച്ചു, രുചിച്ചു. സാഖൂ അവർ ആസ്വദിച്ചു, അവർ രുചിച്ചു. ഫസാഖൂ എന്നിട്ട് അവർ ആസ്വദിച്ചു, അല്ലെങ്കിൽ അപ്പോൾ അവർ ആസ്വദിച്ചു, അവർ രുചിച്ചു. വബാല, വബാൽ എന്ന് പറഞ്ഞാൽ കെടുതി, ദുരിതം. ഈ വബാൽ എന്നുള്ളത് ഒറ്റവാക്കാണ്, വാവ് വേറെയല്ല. വാവ് ബാൽ എന്നുള്ളതിൻ്റെ കൂടെ ചേർന്നതല്ല. വബാൽ എന്നുള്ളത് ഒറ്റവാക്കാണ്. വബാല അംരിഹിം, അമ്രുഹും. അമ്ര എന്ന് പറഞ്ഞാൽ കൽപ്പന എന്നുള്ള അർത്ഥമുണ്ട്, കാര്യം എന്നുള്ള അർത്ഥമുണ്ട്, വിഷയം എന്നുള്ള അർത്ഥമുണ്ട്. അമ്രുഹും അംരിഹിം എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ കാര്യത്തിൻ്റെ, ഹും എന്ന് പറഞ്ഞാൽ അവരുടെ. അപ്പോൾ അമ്രുഹും അല്ലെങ്കിൽ അംരിഹിം അവരുടെ കാര്യത്തിൻ്റെ, അവരുടെ വിഷയത്തിൻ്റെ. വബാല അംരിഹിം അവരുടെ കാര്യത്തിൻ്റെ കെടുതി, അവരുടെ കാര്യത്തിൻ്റെ ദുരിതം. വലഹും, അവിടെ വാവ് അത്ഫിൻ്റെ വാവായിട്ടും പറയാം, ഇസ്തിനാഫിയുടെ വാവായിട്ടും പറയാം. ഇസ്തിനാഫിയുടെ വാവായിട്ട് പറയുമ്പോൾ പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കേണ്ടതില്ല. അത്ഫിൻ്റെ വാവായിട്ട് പറയുമ്പോൾ ഇനി പറയുന്നതും ഉണ്ട്, ഇപ്പോൾ പറഞ്ഞതിന് പുറമെ ഇനി പറയാൻ പോകുന്ന കാര്യവും ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ. ലഹും അവർക്കുണ്ട്, വലഹും അവർക്കുണ്ട് താനും, അല്ലെങ്കിൽ അവർക്കുണ്ട്. അസാബുൻ ശിക്ഷ, അലീമുൻ വേദനാജനകമായ. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ അലം യഅതികും നബഉൽ ലസീന കഫറൂ മിൻ ഖബ്ലു ഫസാഖൂ വബാല അംരിഹിം വലഹും അസാബുൻ അലീം. നിങ്ങൾക്ക് മുമ്പുള്ള അവിശ്വസിച്ചവരുടെ വർത്തമാനം നിങ്ങൾക്ക് വന്നിട്ടില്ലേ? അവർ അവരുടെ കാര്യത്തിൻ്റെ ദുരിതം അവർ അനുഭവിച്ചു, അവർക്ക് വേദനാജനകമായ ശിക്ഷയുമുണ്ട്. അടുത്തായത് ദാലിക, അത് ബി അന്നഹു, ബി കൊണ്ട്,
അന്ന നിശ്ചയമായും, ഹു അത്. അപ്പോൾ ബി അന്നഹു എന്ന് പറയുമ്പോൾ നിശ്ചയമായും അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അക്കാരണത്താലാണ് എന്നർത്ഥം. കാനത്ത് ആയിരുന്നു, തഅ്തീഹിം അതാ വന്നു, യഅ്തീ വരും വരുന്നു, തഅ്തീ എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. ഇവിടെ സ്ത്രീലിംഗം ഉപയോഗിച്ചു എന്ന് മാത്രം. അതിൻ്റെ കാരണം ശേഷം വരുന്ന ആരെക്കുറിച്ചാണോ പറയുന്നത് അത് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ്. തഅ്തീഹിം അവർക്ക് വരുന്നു അല്ലെങ്കിൽ അവർക്ക് വരും. അതിന് മുമ്പിൽ കാനത്ത് എന്ന് ചേർക്കുമ്പോൾ, ആയിരുന്നു എന്ന് ചേർക്കുമ്പോൾ അവർക്ക് വന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അവർക്ക് വരുമായിരുന്നു. ആര്? റുസുലുഹും, റസൂൽ ദൂതൻ, റുസുൽ ദൂതന്മാർ. റസൂൽ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് റുസുൽ. റുസുലുഹും അവർക്കുള്ള ദൂതന്മാർ, അവരുടെ ദൂതന്മാർ. ബിൽ ബയ്യിനാത്തി, ബി എന്ന് പറഞ്ഞാൽ കൊണ്ട്, ബയ്യിനാത്ത്, ബയ്യിനത്തുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ബയ്യിനാത്ത്. ബയ്യിനാത്ത് എന്ന് പറഞ്ഞാൽ വ്യക്തമായവ, തെളിഞ്ഞു നിൽക്കുന്നവ എന്ന് പറഞ്ഞാൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്, വ്യക്തമായ തെളിവുകൾ. അപ്പോൾ ബിൽ ബയ്യിനാത്തി വ്യക്തമായ തെളിവുകളും കൊണ്ട്, വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട്. ഫ ഖാലു, ഫ അപ്പോൾ അല്ലെങ്കിൽ എന്നിട്ട്, ഖാലു അവർ പറഞ്ഞു, ഖാല പറഞ്ഞു, ഖാലു അവർ പറഞ്ഞു, എന്നിട്ട് അവർ പറഞ്ഞു, അ ബഷറുൻ, ആ എന്നുള്ളത് ചോദ്യത്തിന് വേണ്ടിയിട്ടാണ്. ബഷർ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യർ, ഏകവചനമായിട്ട് ഉപയോഗിക്കും, ബഹുവചനമായിട്ട് ഉപയോഗിക്കും. ആ ബഷറുൻ മനുഷ്യനാണോ അല്ലെങ്കിൽ മനുഷ്യരാണോ, യഹ്ദൂനന ഹദാ യഹ്ദി, ഹദാ എന്ന് പറഞ്ഞാൽ സന്മാർഗത്തിലാക്കി, നേർമാർഗത്തിലാക്കി, യഹ്ദി സന്മാർഗത്തിലാക്കുന്നു, നേർമാർഗത്തിലാക്കുന്നു. യഹ്ദൂന അവർ നേർമാർഗത്തിലാക്കുന്നു, അവർ സന്മാർഗത്തിലാക്കുന്നു. നാ ഞങ്ങളെ, യഹ്ദൂന നാ അവർ ഞങ്ങളെ നേർമാർഗത്തിലാക്കുന്നു, അവർ ഞങ്ങളെ സന്മാർഗത്തിലാക്കുന്നു. അതായത് അ ബഷറുൻ യഹ്ദൂനന, മനുഷ്യനാണോ അല്ലെങ്കിൽ മനുഷ്യരാണോ ഞങ്ങളെ നേർമാർഗത്തിലാക്കുന്നത്. ഫ കഫറു, ഫ എന്നിട്ട് അല്ലെങ്കിൽ അങ്ങനെ, കഫറു അവർ അവിശ്വസിച്ചു, കഫറ അവിശ്വസിച്ചു, കഫറു അവർ അവിശ്വസിച്ചു. ഫ കഫറു അങ്ങനെ അവർ അവിശ്വസിച്ചു അല്ലെങ്കിൽ എന്നിട്ട് അവർ അവിശ്വസിച്ചു. വ തവല്ലൗ, തവല്ല പിന്തിരിഞ്ഞു അല്ലെങ്കിൽ തിരിഞ്ഞു കളഞ്ഞു. വ തവല്ലൗ, തവല്ലൗ എന്ന് പറയുമ്പോൾ അവർ പിന്തിരിഞ്ഞു, തവല്ല എന്ന് പറയുമ്പോൾ അവൻ പിന്തിരിഞ്ഞു, തവല്ലൗ അവർ പിന്തിരിഞ്ഞു. വ തവല്ലൗ അവർ പിന്തിരിയുകയും ചെയ്തു. വസ്തഗ്ന, വാവ് അത്ഫിൻ്റെ വാവാണ് ചേർക്കാൻ വേണ്ടിയിട്ട് എന്നർത്ഥത്തിൽ. ഇസ്തഗ്ന എന്ന് പറഞ്ഞാൽ സ്വയം പര്യാപ്തനായി അല്ലെങ്കിൽ ധന്യത കാണിച്ചു എന്നൊക്കെയാണ്. അപ്പോൾ വസ്തഗ്ന സ്വയം പര്യാപ്തനായിരിക്കുന്നു അള്ളാഹു, വസ്തഗ്ന അള്ളാഹു, അള്ളാഹു സ്വയം പര്യാപ്തനായിരിക്കുന്നു. വല്ലാഹു ഗനിയുൻ ഹമീദ്, വല്ലാഹു തുടക്കത്തിലുള്ള വാവ് ഇസ്തിനാഫിയുടെ വാവാണ്, പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കേണ്ടതില്ല. വല്ലാഹു അള്ളാഹു ഗനിയുൻ ധന്യനാണ് അല്ലെങ്കിൽ പരാശ്രയമുക്തനാണ്, മറ്റൊരാളെ ആശ്രയിക്കേണ്ടാത്തവനാണ്, ഐശ്വര്യവാനാണ്. ഹമീദ് സ്തുത്യർഹനുമാണ്. ഹമീദ് എന്ന് പറഞ്ഞാൽ സ്തുതിക്ക് അർഹൻ, സ്തുത്യർഹൻ അല്ലെങ്കിൽ സ്തുതിക്കപ്പെടുന്നവൻ. അപ്പോൾ അള്ളാഹു സ്തുതിക്കപ്പെടുന്നവനാണ് അല്ലെങ്കിൽ സ്തുത്യർഹനാണ്. ഈ ആയത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം ദാലിക ബി അന്നഹു കാനത്ത് തീഹിം റുസുലുഹും ബിൽ ബയ്യിനാത്ത്, അതിൻ്റെ കാരണം അവർക്ക് ദൂതന്മാർ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും കൊണ്ട് വ്യക്തമായ തെളിവുകളും കൊണ്ട് വന്നിരുന്നു. ഫഖാലു അ ബഷറുൻ യഹ്ദൂനന, അപ്പോൾ അവർ പറഞ്ഞു മനുഷ്യരാണോ ഞങ്ങൾക്ക് നേർമാർഗം കാണിച്ചു തരുന്നത്. ഫകഫറു വതവല്ലൗ എന്നിട്ട് അവർ അവിശ്വസിക്കുകയും പിന്തിരിഞ്ഞു കളയുകയും ചെയ്തു. വസ്തഗ്ന അല്ലാഹു, അള്ളാഹു സ്വയം പര്യാപ്തനായിരിക്കുന്നു. വല്ലാഹു ഗനിയുൻ ഹമീദ്, അള്ളാഹു ധന്യനാണ്, അള്ളാഹു സ്തുത്യർഹനാണ്. ഇനി നമുക്ക് ഈ രണ്ട് ആയത്തുകളുടെ വിശദീകരണം നോക്കാം. ഇവിടെ അവിശ്വാസികളോട് അള്ളാഹു പറയുന്നൊരു കാര്യം, നിങ്ങൾക്ക് മുമ്പും ഇതുപോലെ അവിശ്വസിച്ച ആളുകൾ വന്നിട്ടുണ്ട്. ചരിത്രമെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അള്ളാഹു ദൂതന്മാരെ അയച്ച് ഈ ഒരു ഏകദൈവ വിശ്വാസവും അള്ളാഹുവിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞു കൊടുത്ത് അവർക്ക് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടിട്ടും ധിക്കാരം പ്രവർത്തിച്ച ആളുകൾ ചരിത്രത്തിൽ മുമ്പും കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അത്തരം ശിക്ഷകൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്കും അതുപോലെയുള്ള ശിക്ഷകൾ വരുന്ന കാര്യം നിങ്ങൾ ഭയപ്പെടണം. നിങ്ങൾ അതേപോലെയുള്ള ധിക്കാരം നിങ്ങളും പുറത്തെടുക്കുകയാണെങ്കിൽ അവർക്ക് ലഭിച്ച പോലെയുള്ള ശിക്ഷകൾ നിങ്ങൾക്കും ലഭിക്കും എന്നർത്ഥം. അലം യഅ്തികും നബഉല്ലദീന കഫറൂ മിൻ ഖബ്ലു,
അങ്ങനെ മുമ്പ് കഴിഞ്ഞു പോയ കുറേ സമൂഹങ്ങളുണ്ട്, ധിക്കാരികളായ സമൂഹങ്ങൾ. ആ സമൂഹങ്ങളുടെ വർത്തമാനം, അവരുടെ വാർത്ത, അവരെക്കുറിച്ചുള്ള വിവരം നിങ്ങൾക്ക് വന്നിട്ടില്ലേ എന്ന് പറഞ്ഞാൽ അവർക്ക് വന്നിട്ടുണ്ട്, അവർക്കതറിയാം. മുമ്പ് കഴിഞ്ഞു പോയ സമൂഹങ്ങൾക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഈ മക്കാ മുശ്രിക്കുകൾക്കറിയാം, അല്ലെങ്കിൽ ഈ ഒരു രൂപത്തിൽ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ആർക്കും അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ തരത്തിലുള്ള വർത്തമാനം വന്നിട്ടില്ലേ, അവരെക്കുറിച്ചുള്ള വാർത്ത നിങ്ങൾക്ക് വന്നിട്ടില്ലേ? എന്താണ് സംഭവിച്ചത്? അവരുടെ അടുത്തേക്ക് അള്ളാഹു വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും കൊണ്ട് ദൂതന്മാരെ അയച്ചു. എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ, നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ദൂതന്മാരെ അവരിലേക്കൊക്കെ അയച്ചു, എല്ലാ സമൂഹങ്ങളിലേക്കും അയച്ചു. പക്ഷേ അവർ പറയുന്നൊരു കാര്യം, ഇതൊക്കെ മനുഷ്യന്മാരല്ലേ, ഈ മനുഷ്യന്മാരെയാണോ ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകാൻ വേണ്ടി, ഞങ്ങൾക്ക് സന്മാർഗം നൽകാൻ വേണ്ടി, സന്മാർഗം പറഞ്ഞു തരാൻ വേണ്ടി മനുഷ്യന്മാരെയാണോ അയക്കുന്നത്? അതുകൊണ്ട് ഞങ്ങൾ അതിലൊന്നും വിശ്വസിക്കൂല. ഇത് മനുഷ്യന്മാരെ അല്ലാതെ അള്ളാഹു അയച്ചിരുന്നെങ്കിൽ അപ്പോഴും ഇവർ വിശ്വസിക്കൂല. കാരണം ഇപ്പോൾ ഒരു മലക്കിനെയാണ് നിയോഗിച്ചതായിരിക്കുക, പ്രവാചകനായിട്ട് ഒരു മലക്കിനെയാണ് അയച്ചതെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തായിരിക്കും അവർ പറയാം? ഇത് മലക്കിനെ കൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും, ഞങ്ങൾ സാധാരണ മനുഷ്യന്മാരല്ലേ, ഞങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ? മലക്കിന് അങ്ങനെ ജീവിക്കാം, അത് മലക്കിന് അങ്ങനെയുള്ളൊരു കഴിവുള്ളതുകൊണ്ടാണ്. ഞങ്ങളങ്ങനെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യരായിട്ടുള്ള പ്രവാചകന്മാരെ നീ അയക്ക്, എന്നിട്ട് അവർ ഈ രൂപത്തിലൊന്ന് ജീവിച്ച് കാണിച്ചു തരട്ടെ, അപ്പോൾ ഞങ്ങൾക്കും അതുപോലെ ജീവിക്കാമല്ലോ. ഇതായിരിക്കും അവർ പറയാം. ഇപ്പോൾ മനുഷ്യന്മാരെ അയച്ച സമയത്ത് അവരെന്താ പറഞ്ഞത്? മനുഷ്യരെയാണോ അയച്ചത്, അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല, മനുഷ്യരല്ലാത്ത മറ്റാരെങ്കിലുമൊക്കെ വരണം. ഇതിപ്പോൾ ഞങ്ങളെപ്പോലെ ഭക്ഷണം കഴിക്കുന്നു, ഞങ്ങളെപ്പോലെ ജീവിക്കുന്നു, അങ്ങനെയുള്ള ആളുകളെ ഞങ്ങളെങ്ങനെ അനുസരിക്കുക? അത് ഞങ്ങളെപ്പോലെയുള്ള ആളുകളല്ലേ എന്നാണ്. അപ്പോൾ എന്ത് പറഞ്ഞാലും അവർക്ക് വിശ്വസിക്കാതിരിക്കാൻ അവരെന്തെങ്കിലുമൊക്കെ പറയും. ഈ പ്രവാചകന്മാരെല്ലാം വന്നത് വ്യക്തമായ, കൃത്യമായ, സ്പഷ്ടമായ ദൃഷ്ടാന്തങ്ങൾ കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ആ ദൃഷ്ടാന്തങ്ങൾ ഒരു മനുഷ്യൻ ശരിക്കൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒരാൾക്കും സംശയം ഉണ്ടാവില്ല. അള്ളാഹു ഉണ്ട് എന്നും പരലോകം ഉണ്ട് എന്നും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം തെളിയിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായ തെളിവുകളാണ് അള്ളാഹു കൊടുത്തയച്ചത്. അത് ഉൾക്കൊള്ളാൻ അവർ തയ്യാറായില്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഫസാഖു വബാല അംരിഹിം, അവർക്ക് അള്ളാഹുവിൻ്റെ ആ ഒരു ശിക്ഷ ലഭിച്ചു, ഈ ലോകത്ത് വെച്ച് തന്നെ ലഭിച്ചു. അതാണ് ഫസാഖു, അവർ ആസ്വദിച്ചു, അവർ രുചിച്ചു. വബാല അംരിഹിം, വബാൽ എന്ന് പറഞ്ഞാൽ ദുരിതം, കെടുതി. അംരിഹിം, അവരുടെ കാര്യത്തിൻ്റെ, അവരുടെ പ്രവർത്തനങ്ങളുടെ, അവരുടെ അനുസരണക്കേടിൻ്റെ, അതിൻ്റെ ആ ഒരു ദുരിതം അവർ അനുഭവിച്ചു. ഇനി ഈ ലോകത്ത് അവർക്ക് ശിക്ഷ ലഭിച്ചതിന് പുറമേ വലഹും അസാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ലോകത്ത് കിട്ടിയ ശിക്ഷയൊന്നും അത്ര വലിയ ശിക്ഷയല്ല, അത് ഈ ലോകത്തുനിന്ന് കൊടുത്തൊരു ശിക്ഷയാണ്. പക്ഷേ ഏറ്റവും വലിയ ശിക്ഷ ഇനി വരാനിരിക്കുന്നു, വേദനാജനകമായ ശിക്ഷ അവർക്കിനി വരാനിരിക്കുന്നു. അത് പരലോകത്തുള്ള ശിക്ഷയാണ്. അപ്പോൾ ആ ശിക്ഷ അവർക്കിനി വരാനുമുണ്ട്. അപ്പോൾ സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ ഫകഫറു വതവല്ലൗ, അവർ തിരിഞ്ഞു കളയുകയും അവിശ്വസിക്കുകയും ചെയ്തു. അവരാ പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. ആ കാര്യത്തിൽ നിന്ന് അവർ പുറംതിരിഞ്ഞു എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അവർ ഒട്ടും ചെവി കൊടുത്തില്ല. അതവർക്ക് താല്പര്യമില്ല, അതിനോടൊരു താല്പര്യം അവർ കാണിച്ചില്ല. അവരെ സത്യത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ അവർ തിരിഞ്ഞുപോയി, അവരതിലേക്ക് വരാൻ കൂട്ടാക്കിയില്ല. വസ്തഗ്നല്ലാഹു, അള്ളാഹു സ്വയം പര്യാപ്തനായിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് എല്ലാറ്റിനും കഴിവുള്ളവൻ, മറ്റൊരാളെയും ആശ്രയിക്കാതെ എല്ലാറ്റിനും കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്. ഇവരുടെ ആരുടെയും എന്തെങ്കിലും ഒരു സഹായമൊന്നും അള്ളാഹുവിന് വേണ്ട. അവർ അങ്ങനെ തിരിഞ്ഞു പോവുകയാണെങ്കിൽ അതിൻ്റെ നഷ്ടം മുഴുവൻ അവർക്ക് മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹുവിന് യാതൊരു നഷ്ടവും ഉണ്ടാവില്ല, കാരണം അള്ളാഹുവിന് ആരെയും ആശ്രയിക്കേണ്ടതില്ല. അതുകൊണ്ട് ആരൊക്കെയാണോ ഈ ഒരു സന്മാർഗം സ്വീകരിക്കാതെ തിരിഞ്ഞു പോയത്, അവിശ്വസിച്ചത്, അവർക്കാണ് നഷ്ടം, അവർക്ക് മാത്രമേ നഷ്ടമുള്ളൂ. അല്ലാതെ അള്ളാഹുവിന് യാതൊരു നഷ്ടവുമില്ല. അള്ളാഹു സ്വയം പര്യാപ്തനായിരിക്കുന്നു, അള്ളാഹുവിന് മറ്റൊരാളെയും ആശ്രയിക്കേണ്ടതില്ല. വല്ലാഹു ഗനിയുൻ, അള്ളാഹു ധന്യനാണ്, എല്ലാറ്റിൻ്റെയും മേലെയുള്ള ആ ഒരു ധന്യത അള്ളാഹുവിന് മാത്രമുള്ളതാണ്. ഹമീദ്, അവൻ സ്തുത്യർഹനുമാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ സ്തുതികൾക്കും അർഹൻ അവൻ മാത്രമാണ്. ആരും സ്തുതിച്ചിട്ടില്ലെങ്കിൽ പോലും അതിൻ്റെ അർഹത അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ, മറ്റൊരാൾക്കും സ്തുതിക്ക് അർഹതയില്ല.
സ്തുതിക്കർഹതയുള്ളത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. എല്ലാ സർവ്വചരാചരങ്ങളും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇനി ആരും സ്തുതിച്ചിട്ടില്ലെങ്കിൽ പോലും അതിൻ്റെ അർഹത അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. ഈ 2 ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. അലം യഅ്തികും നബഉൽ ലസീന കഫറു മിൻ ഖബ്ലു. ഖാഫിൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് ഇഖ്ഫാ ചെയ്യണം, മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം. അപ്പോൾ മിൻ എന്ന് പറയില്ല, മിൻ ഖബ്ലു. ഖബ്ലു ബാഇന് സുക്കൂന്, കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്തു പറയണം. ബ് എന്നുള്ളത് വെളിവാക്കി പറയണം. ഖബ്ലു ഫദാഖു വബാല അംരിഹിം. റാഇന് കസ്ർ, രീ എന്നുള്ള ഉച്ചാരണം കൊടുക്കുക. അംരിഹിം വലഹും അസാബുൻ. അസാബുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന്, ആ തൻവീന് ശേഷം ഹംസയാണ്. അപ്പോൾ തൻവീന് ശേഷം ഹംസ വന്നാൽ ഇൽഹാറാണ് നിയമം. അവിടെ ഉൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. അസാബുൻ ഉൻ, അസാബുൻ അലീം. അലീം എന്നുള്ളതിൻ്റെ അവസാനത്തിലെ മീമിന് സുക്കൂനിട്ടിട്ട് നിർത്തുക, അലീം. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പുള്ള ലീ എന്നുള്ള നീട്ടലിനെ വേണമെങ്കിൽ 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാം. 2 മുതൽ 6 വരെയുള്ള അത്രയും ദൈർഘ്യത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് കൊടുക്കാം. അടുത്ത ആയത്തിൽ ദാലിക ബി അന്നഹു, നൂനിൻ്റെ ശബ്ദ മണിക്കണം. ഹു, ആ ഹ ഉൽ അമീറിൻ്റെ മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്. അതുകൊണ്ട് അതിന് 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടണം. അതിനെ സൂചിപ്പിക്കാൻ ചെറിയൊരു വാവ് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ബി അന്നഹു കാനത്ത് തീഹിം. കാനത്ത് തീഹിം എന്നുള്ളത് കാനത്ത്. കാനത്ത് എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനുള്ള താ. അടുത്ത അക്ഷരം അതും ത തന്നെയാണ്. തീഹിം എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ത ആണ്, അത് ഹർക്കത്തുള്ള ത. അപ്പോൾ ഹർക്കത്തുള്ള അക്ഷരത്തിൻ്റെ തൊട്ട് മുമ്പ് സുക്കൂനുള്ള അക്ഷരം വന്നാൽ 2ഉം കൂടെ ചേർത്ത് ഒറ്റ അക്ഷരമായിട്ട് പറയണം. അപ്പോൾ ഇവിടെ കാനത്ത് തീഹിം എന്ന് പറയില്ല, കാനത്ത് തീഹിം. അതിൽ ആ 2 താവും കൂടെ ചേർത്ത് ഷദ്ദുള്ളൊരു താ ആയിട്ട് പറയാം. കാനത്ത് തീഹിം. റുസുലുഹും ബിൽ. റുസുലുഹും എന്നുള്ളതിൻ്റെ അവസാനത്തിൽ മീമാണ്, അത് സുക്കൂനുള്ള മീമാണ്, ശേഷം ബ ആണ്. ബാഇൻ്റെ മുമ്പ് സുക്കൂനുള്ള മീമ് വന്നാൽ അവിടെ മണിക്കണം. സാധാരണഗതിയിൽ സുക്കൂനുള്ള മീമുകളൊന്നും കാര്യമായിട്ട് മണിക്കാനില്ല, ഒക്കെ ഇൽഹാറാണ്. പക്ഷേ ബാഇൻ്റെ മുമ്പ് സുക്കൂനുള്ള മീമ് വന്നാൽ അവിടെ നമ്മൾ മണിക്കണം. റുസുലുഹും ബിൽ, നമ്മൾ ഇഖ്തിലാബിൻ്റെ നിയമം പറയില്ലേ, ഏകദേശം അതുപോലെ. ബിൽ ബയ്യിനാത്തി ഫഖാലൂ. ഫഖാലൂ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ നീട്ടലാണ്. അതിനുശേഷം അബഷറുൻ ഹംസയാണ്. അപ്പോൾ മദ്ദും ഹംസയും നീട്ടലും ഹംസയും അടുത്തടുത്ത് വന്നു, പക്ഷേ ഒരേ പദത്തിലല്ല, വ്യത്യസ്ത പദങ്ങളില്ല. ഫഖാലൂ എന്നുള്ളതിൻ്റെ അവസാനത്തിലാണ് മദ്, അബഷറുൻ എന്നുള്ളതിൻ്റെ തുടക്കത്തിലാണ് ഹംസ. അപ്പോൾ മദ്ദും ഹംസയും അടുത്തടുത്താണെങ്കിലും വ്യത്യസ്ത പദങ്ങളിലാണ്. അതുകൊണ്ട് 4ഓ 5ഓ അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. മദ് മുൻഫസിൽ, ഒരേ പദത്തിൻ്റെ ഉള്ളിലാണ് നീട്ടലും ഹംസയും എന്നുണ്ടെങ്കിൽ അത് നിർബന്ധമാണ് നീട്ടൽ, അതിന് മദ് മുത്തസിൽ എന്ന് പറയും. ഇവിടെ വന്നത് മദ് മുൻഫസിലാണ്. അബഷറുൻ അവസാനത്തിൽ തൻവീന്, അതിനുശേഷം വരുന്ന അക്ഷരം യാ ആണ്. തൻവീന് ശേഷം യാ വരുമ്പോൾ ആ തൻവീനിനെ യായിലേക്ക് ലയിപ്പിക്കണം, മണിക്കണം. ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ അബഷറുയ്യ അബഷറുയ്യ. യഹ്ദൂനന ഫകഫറു വതവല്ലൗ. വതവല്ലൗ കഴിഞ്ഞിട്ടൊരു ജീമ് കാണാം. അവിടെ പാരായണം നിർത്താം, നിർത്താതെയും ഓതാം, 2നും ഒരേ പ്രാധാന്യമാണ്. നിർത്തുകയാണെങ്കിൽ വതവല്ലൗ എന്നവിടെ എഴുതിയ പോലെ തന്നെ നിർത്തും. ഇനി ചേർത്ത് പാരായണം ചെയ്ത് പോവുകയാണെങ്കിൽ ആ 2 വാവുകൾ അടുത്തടുത്ത് വന്നു, ആദ്യത്തെ വാവിന് സുക്കൂന്. അപ്പോൾ 2ഉം കൂടെ ചേർത്ത് ഒറ്റ വാവായിട്ട് പറയാം, വതവല്ലൗ വസ്തഗ്ന, വതവല്ലൗ വസ്തഗ്ന. അതുകൊണ്ട് ആ 2ാമത്തെ വാവിന് ഷദ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. വസ്തഗ്ന അല്ലാഹ്, അള്ളാഹു എന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു ജീമ് കാണാം. അവിടെയും പാരായണം നിർത്താം, നിർത്താതെയും ഓതാം, 2നും ഒരേ പ്രാധാന്യം. നിർത്തുകയാണെങ്കിൽ അള്ളാഹ് എന്ന് പറഞ്ഞിട്ട് ആ അവസാനത്തെ ഹ എന്ന് സുക്കൂനിട്ടിട്ടാണ് നിർത്തുക. അപ്പോൾ ആ അള്ളാഹ് എന്നുള്ള നീട്ടൽ വേണമെങ്കിൽ 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാം. ഇനി നിർത്താതെ പോവുകയാണെങ്കിൽ അവിടെ എഴുതിയ പോലെ തന്നെ അള്ളാഹു വല്ലാഹു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകും. ഖനിയുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന്, അതിനുശേഷം ഹ ആണ്. ഹാഇൻ്റെ മുമ്പ് തൻവീന് വന്നാൽ ഇൽഹാറാണ് നിയമം, അവിടെ വെളിവാക്കണം. ഖനിയുൻ ഹമീദ്. ഖനിയുൻ മണിക്കാനൊന്നും പാടില്ല, നേരെ ഖനിയുൻ ഉൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. ഖനിയുൻ ഹമീദ്. അവസാനത്തെ ദാലിന് സുക്കൂനിട്ടിട്ട് നിർത്തുക. ദാലിന് സുക്കൂനിടുമ്പോൾ അത് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്. അപ്പോൾ എടുത്ത് പറയണം, ഹമീദ് ദ് എന്നുള്ള എടുത്ത് പറയണം. ഹമീദ് എന്ന് പറഞ്ഞാൽ പോരാ, ഹമീദ് ദ് എന്നുള്ളത് വെളിവായി കേൾക്കണം. അതിൻ്റെ തൊട്ട് മുമ്പുള്ള നീട്ടൽ മീ എന്നുള്ള നീട്ടലിനെ 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, അത് മദ് ആരിലായിട്ട് മാറും. ഇനി നമുക്ക് ഈ 2 ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അലം യഅ്തികും നബഉൽ ലസീന കഫറൂ മിൻ ഖബ്ലു ഫസാഖൂ വബാല അംരിഹിം വലഹും അസാബുൻ അലീം.
ذَلِكَ بِأَنَّهُ كَانَتْ تَأْتِيهِمْ رُسُلُهُم بِالْبَيِّنَاتِ فَقَالُوا أَبَشَرٌ يَهْدُونَنَا فَكَفَرُوا وَتَوَلَّوْا وَاسْتَغْنَى اللَّهُ وَاللَّهُ غَنِيٌّ حَمِيدٌ. ഇനി നമുക്ക് ഗ്രാമർ നോക്കുകയാണെങ്കിൽ അലം യഅ്തിക്കും, അവിടെ ശരിക്ക് യഅ്തീ എന്നുണ്ട്, ഒരു യാ ഉണ്ട്, അത്താ യഅ്തീ എന്നാണ്. ആ യഅ്തീ എന്നുള്ളതിൻ്റെ അവസാനത്തിലുള്ള യാ നഷ്ടപ്പെടും അതിൻ്റെ മുമ്പിൽ ലം വരുമ്പോൾ. കാരണം ലം വന്നു കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന മുളാരി ആയിട്ടുള്ള ക്രിയക്ക് ജസ്മ് കിട്ടണമെന്നാണ് പറയാം. സാധാരണഗതിയിൽ ജസ്മ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരിക സുക്കൂന് കൊടുക്കലാണ്. ഇപ്പോൾ യക്തുബു എന്നുള്ളതിൻ്റെ മുമ്പിൽ ലം വന്നാൽ ലം യക്തുബ് എന്നാണ് ആവുക. അവിടെയൊക്കെ സുക്കൂന് കൊടുത്തിട്ടാണ് ജസ്മ് ചെയ്യുക. പക്ഷേ ഈ ഇല്ലത്തിൻ്റെ അക്ഷരം എന്ന് പറയും, അതായത് ഉച്ചാരണമില്ലാത്ത ചില അക്ഷരങ്ങൾ വരും. അങ്ങനെയുള്ള അക്ഷരങ്ങൾ വന്നാൽ ആ അക്ഷരത്തെ കളയാണ് ചെയ്യുക. ഇപ്പോൾ യഅ്തീ എന്നുള്ളതിൻ്റെ അവസാനത്തിലൊരു യാ ഉണ്ട്, ആ യാഇനെ കളയാണ് ചെയ്യുക ലം വരുമ്പോൾ. അപ്പോൾ ലം യഅ്തി എന്നായി മാറും. അങ്ങനെയാണ് ലം യഅ്തിക്കും എന്നായത്. നബഉൽ ലസീന കഫറു, നബ എന്നുള്ളതിനെ അല്ലസീന എന്നുള്ളതിലേക്ക് ചേർത്തു. ഒന്നിനെ മറ്റൊന്നിലേക്ക് ചേർക്കുമ്പോൾ ഏതിനെയാണോ ചേർക്കുന്നത് അതിനെ മുലാഫ് എന്ന് പറയും, ഏതിലേക്കാണോ ചേർക്കുന്നത് അതിനെ മുലാഫിൻ ഇലൈഹി എന്ന് പറയും. മുലാഫിൻ ഇലൈഹിക്ക് എപ്പോഴും ഇറാബ് ജറായിരിക്കും, സാധാരണ കസ്റുകൊണ്ടാണ് കൊടുക്കുക. പക്ഷേ ഇവിടെ നബഇനെ അല്ലസീനയിലേക്ക് ചേർത്തു എങ്കിലും അല്ലസീന എന്നുള്ളതിന് കസ്റിട്ടിട്ടില്ല. കാരണം അല്ലസീന എന്നുള്ളത് ജറ് കിട്ടിയ അവസ്ഥയിലാണ്, പക്ഷേ അതിന് ജറ് കസ്റ് കൊണ്ട് കാണിക്കാനൊന്നും പറ്റില്ല, അത് മബിനിയാണെന്നാണ് പറയാം. അത് അല്ലസീന എന്ന് അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ, പക്ഷെ അത് ജറിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം. ഇനി വബാൽ അംരിഹിം എന്നെടുത്താലും ഇതുപോലെ തന്നെ വബാൽ എന്നുള്ളതിനെ അമ്ര എന്നുള്ളതിലേക്ക് ചേർത്തു. അപ്പോൾ വബാൽ എന്നുള്ളത് മുലാഫാണ്, അമ്ര എന്നുള്ളത് മുലാഫിൻ ഇലൈഹിയാണ്. മുലാഫിൻ ഇലൈഹിക്ക് ഇറാബ് ജറാണ്, ഇവിടെ കസ്ർ കൊടുക്കാൻ പറ്റും, അതുകൊണ്ട് തന്നെ അംരി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അമ്രു എന്നെഴുതാതെ അംരി എന്ന് എഴുതിയത്? അത് മുലാഫിൻ ഇലൈഹി ആയതുകൊണ്ടാണ്. ഇനി അസാബുൻ അലീമുൻ എന്നെടുത്ത് നോക്കുകയാണെങ്കിൽ വേദനാജനകമായ ശിക്ഷ. അപ്പോൾ ആ ശിക്ഷയെ വിശേഷിപ്പിക്കുകയാണ്, ഒന്നിനെ മറ്റൊന്നുകൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ രണ്ടിനും ഒരേ രൂപഘടനയാണ് കിട്ടുക. അസാബുൻ അലീമുൻ രണ്ടിൻ്റെയും അവസാനത്തിൽ റഫ് ആണ്. അസാബുൻ എന്ന് പറയുമ്പോൾ ലമ്മ് തൻവീന്, അലീമുൻ എന്ന് പറയുമ്പോഴും അവസാനത്തിൽ ലമ്മ് തൻവീന്. അപ്പോൾ രണ്ടിനും ഒരേ രൂപഘടനയാണ്, രണ്ടിൻ്റെയും തുടക്കത്തിൽ അലിഫ്ലാമില്ല. അടുത്ത ആയത്ത് ദാലിക ബി അന്നഹു കാനത്ത് തഅ്തീഹിം. എന്തുകൊണ്ടാണ് കാന എന്ന് ഉപയോഗിക്കാതെ കാനത്ത് എന്ന് സ്ത്രീലിംഗ രൂപത്തിൽ ഉപയോഗിച്ചത്? എന്തുകൊണ്ടാണ് യഅ്തീഹിം എന്ന് ഉപയോഗിക്കാതെ സ്ത്രീലിംഗമായിട്ടുള്ള തഅ്തീഹിം എന്ന് ഉപയോഗിച്ചത്? അതിൻ്റെ കാരണം ഇത് എന്തിനെക്കുറിച്ചാണ് പറയണത്? അതിനുശേഷം റുസുലുഹും എന്നാണ്. റസൂൽ എന്ന് പറഞ്ഞാൽ ദൂതൻ, അത് പുല്ലിംഗായിട്ടാണ് പറയാം. പക്ഷേ റുസുൽ ദൂതന്മാർ എന്നുള്ള ബഹുവചന രൂപം വരുമ്പോൾ അതിനെ സ്ത്രീലിംഗമായിട്ടോ പുല്ലിംഗമായിട്ടോ പറയാം. അപ്പോൾ ഇവിടെ അത് സ്ത്രീലിംഗമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ബഹുവചനങ്ങൾ വരുമ്പോൾ അതിനെ സ്ത്രീലിംഗമായിട്ടും പുല്ലിംഗമായിട്ടും പറയാം. അപ്പോൾ ഇവിടെ അത് സ്ത്രീലിംഗമായിട്ടാണ് എടുത്തിട്ടുള്ളത്. വകാനത്ത് എന്ന് സ്ത്രീലിംഗമാക്കാനുള്ള കാരണം അതുകൊണ്ടാണ്. തഅ്തീഹിം, അവിടെ യഅ്തീഹിം എന്ന് ഉപയോഗിക്കാതെ തഅ്തീഹിം ഉപയോഗിക്കാനും കാരണം അത് തന്നെയാണ്. ബിൽ ബയ്യിനാത്തി, ബി എന്നുള്ളത് ഹർഫ് ജറാണ്. ബിക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജർ കിട്ടണം, സാധാരണഗതിയിൽ കസ്ർ കൊണ്ടോ കസ്ർ തൻവീന് കൊണ്ടോ. പക്ഷേ അലിഫും താഉം അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന ബഹുവചന രൂപത്തിലുള്ള സ്ത്രീലിംഗ പദങ്ങൾ, അതായത് ജംഉ മുഅന്നസ് സാലിം എന്ന് പറയും, അത്തരം പദങ്ങൾക്ക് നെസ്ബ് കൊടുക്കേണ്ട സന്ദർഭം വന്നാലും ജറ് കൊടുക്കേണ്ട സന്ദർഭം വന്നാലും രണ്ട് സമയത്തും കസ്റാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ബി വന്നതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് പറയാം ആ ബി വന്നതുകൊണ്ട് ജറ് കിട്ടിയിരിക്കുകയാണ്, അതുകൊണ്ടാണ് ബയ്യിനാത്തി എന്നുള്ളത്. എന്നാൽ നെസ്ബ് കൊടുക്കേണ്ട ഫതഹ് കൊടുക്കേണ്ട സന്ദർഭം വന്നാലും കസ്ർ തന്നെയാണ് ഇത്തരം പദങ്ങൾക്ക് കൊടുക്കുക. വല്ലാഹു ഖനിയുൻ ഹമീദ്, ഖനിയുൻ എന്നുള്ളതിനെ വിശേഷിപ്പിക്കുന്ന പദമാണ്, അല്ലെങ്കിൽ സിഫത്താണ് ഹമീദ് എന്നുള്ളത്. അതുകൊണ്ട് രണ്ടിനും ഒരേ രൂപഘടന കിട്ടിയിട്ടുണ്ട്. ഖനിയുൻ ഹമീദുൻ, രണ്ടിൻ്റെയും മുമ്പിൽ അലിഫ്ലാമില്ല. അപ്പോൾ രണ്ടും ഒരേ രൂപത്തിലാണ് എഴുതിയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.